എല്ലാവർക്കും നമസ്കാരം. ഈ 2026 എന്ന് പറയുന്ന പുതുവർഷം എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് യുദ്ധസന്നദ്ധരായി കൗരവ സൈന്യത്തിലെ സേനാനായകനായി ഭീഷ്മരും പാണ്ഡവ സൈന്യത്തിലെ സൈന്യാധിപനായിട്ട് ദൃഷ്ടദ്യുമ്നനും അണിനിരന്നു കഴിഞ്ഞു. പടക്കളത്തിൽ കുരുക്ഷേത്ര ആണ് യുദ്ധസ്ഥലം. കൗരവരും പാണ്ഡവരും കുരുക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ യുദ്ധം ആരംഭിക്കാനുള്ള സമയമായി. ആ സമയമായപ്പോൾ യുധിഷ്ഠിരൻ കൗരവ സൈന്യത്തിലെ ഭീഷ്മരെയും ദ്രോണാചാര്യരെയും കൃപരെയും മറ്റ് മുതിർന്ന പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരെയും എല്ലാം ആദരവോടുകൂടി വന്നിച്ച് ആശീർവാദം വാങ്ങിയത് സൈന്യങ്ങളുടെ ഇടയിൽ വലിയ സംസാര വിഷയമായി. എല്ലാവരും യുധിഷ്ഠിരന്റെ പ്രവൃത്തിയെ ശ്ലാഘിച്ചു. എതിർപക്ഷത്തുള്ളവരാണ്, ശത്രുക്കളായിട്ട് നിൽക്കുന്നവരാണ്. എങ്കിലും അവരെ വന്ദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തത് യുധിഷ്ഠിരന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവമായി സൈനികരുടെ ഇടയിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി. ഇരുഭാഗവും ആക്രമണോത്സുകരായിട്ട് കൊമ്പും കുഴലും വാദ്യാഘോഷങ്ങളും ഒക്കെയായി ബഹളം തുടങ്ങി. അന്തരീക്ഷം മൊത്തത്തിൽ ഈ ബഹളം കൊണ്ട് മുഖരിതമായി. ആനകളുടെ ചിഹ്നം വിളി, കുതിരകളുടെ ചിനപ്പ്, യോദ്ധാക്കളുടെ ആർപ്പു വിളികള്, ഇതെല്ലാം അട്ടഹാസങ്ങൾ, ഇതെല്ലാം ആകാശദേശത്തെ കൂടി പ്രകമ്പനം കൊള്ളിച്ചു. ദുശാസനന്റെ നേതൃത്വത്തിൽ കൗരവ സൈന്യം പാണ്ഡവ സൈന്യത്തോട് ഏറ്റുമുട്ടി. പാണ്ഡവ സൈന്യം ഭീമന്റെ നേതൃത്വത്തിൽ തിരിച്ചടിച്ചു. ഭീഷ്മനും അർജുനനും, ഭീമനും ദുര്യോധനനും, ശല്യനും യുധിഷ്ഠിരനും, ദൃഷ്ടദ്യുമ്നനും ദ്രോണരും പരസ്പരം ഏറ്റുമുട്ടി ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അമ്പുകൾ ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. മറ്റു രാജാക്കന്മാരെല്ലാം വീറോടുകൂടി യുദ്ധം ആരംഭിച്ചു. തുടക്കമാണ്. എല്ലാവരും ഉത്സുകരായിട്ട് തുടക്കത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പോ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുധിഷ്ഠിരൻ ഒരു കാര്യം ചോദിച്ചു. അതായത് ആരെങ്കിലും പാണ്ഡവ പക്ഷത്തേക്ക് വരാൻ തയ്യാറുണ്ടോ എന്ന് അതിനു മുമ്പേ തന്നെ യുധിഷ്ഠിരൻ കൗരവ സൈന്യത്തിലുള്ളവരോട് ചോദിച്ചു. അപ്പോ ധൃതരാഷ്ട്രർക്ക് ദാസിയിലുണ്ടായ യുയുത്സു എന്ന് പറഞ്ഞ മകൻ പാണ്ഡവ പക്ഷത്തേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ അതിനുശേഷമാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. യുദ്ധം ആരംഭിച്ചപ്പോഴത്തേക്ക് ദുശാസനനും മറ്റ് കൗരവ സൈന്യങ്ങളും എല്ലാം ആവേശത്തോടു കൂടി യുദ്ധം ആരംഭിച്ചു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ എതിരാളികളുമായിട്ട് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ച കാര്യമാണ് ഞാനിത് പറഞ്ഞത്. മഹാവില്ലാളിയായ സാത്വികി കൃതവർമാവിനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരൻ ശല്യരോട് വളരെ ശക്തമായി പോരാടി. ദുശാസനൻ നകുലനോട് ഏറ്റുമുട്ടി. എന്നാൽ നകുലൻ ദുശാസനന്റെ കൊടിയും അമ്പും വില്ലും ബാണം കൊണ്ട് തകർത്തു. ദുർമുഖൻ സഹദേവനോട് ഏറ്റുമുട്ടി. ദുർമുഖന്റെ സൂതനെ സഹദേവൻ എയ്തു വീഴ്ത്തി. ദുർമുഖൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനന്റെ അനിയൻ ദുശാസനൻ, ദുശാസനന്റെ അനിയനാണ് ദുർമുഖൻ. അവര് 100 പേരുണ്ട്. ആ 100 പേർക്കും ധൂവിലാണ് തുടങ്ങുന്നത് പേരുകൾ. ദുര്യോധനൻ, ദുശാസനൻ, ദുകർമ്മൻ, അങ്ങനെയാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. അവസാനത്തെ മകള് 101ാമത്തെ മകളായ പുത്രിയുടെ പേര് ദുശള എന്നാണ്. ദുശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. ജയദ്രഥനും കൗരവ സൈന്യത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹവും മിടുക്കനായ ഒരു പോരാളിയും മിടുക്കനായ ഒരു രാജാവും ആയിരുന്നു. അപ്പോ യുധിഷ്ഠിരൻ ശല്യരോട് ഏറ്റുമുട്ടിയെന്ന് പറഞ്ഞല്ലോ. മദ്ര രാജാവായ ശല്യർ യുധിഷ്ഠിരന്റെ വില്ല് 2ആയി മുറിച്ചു. മുറിഞ്ഞ വില്ല് ഉപേക്ഷിച്ച് യുധിഷ്ഠിരൻ ഉറപ്പുള്ള മറ്റൊരു വില്ലെടുത്ത് കൂർത്തുമൂർത്ത ശരങ്ങളോടെ വർഷം കൊണ്ട് മദ്ര രാജാവിനെ മൂടി. അതായത് ആദ്യം ശല്യര് യുധിഷ്ഠിരന്റെ വില്ല് മുറിച്ചു. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ വീണ്ടും പുതിയ വില്ലെടുത്തു. ആ വില്ലുകൊണ്ട് മദ്ര രാജാവ് ശല്യരാണ്. അദ്ദേഹം മാദ്രിയുടെ സഹോദരനാണ്. അപ്പോ നകുലന്റെ സഹദേവന്റെ അമ്മാവനുമാണ്. എങ്കിലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അദ്ദേഹം പാണ്ഡവരെ അന്വേഷിച്ചു വന്നപ്പോ വഴിയിൽ വെച്ച് ദുര്യോധനും ശകുനിയൊക്കെ കൂടെ അദ്ദേഹത്തെ പാട്ടിലാക്കി, അദ്ദേഹത്തെ വളരെയധികം പുകഴ്ത്തി സംസാരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് വാങ്ങിച്ചു പോയി. അപ്പൊ അദ്ദേഹം
അത് സമ്മതിച്ചിട്ട് തിരിച്ച് പാണ്ഡവരുടെ അടുത്ത് വരികയും അവരോട് ആ കാര്യം പറയുകയും ചെയ്തു. എനിക്ക് ദുര്യോധനന്റെ കൂടെ നിൽക്കേണ്ടി വന്നു, ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തു പോയി എന്നുള്ള കാര്യം പറഞ്ഞു. ആ മദ്ര രാജാവായ ശല്യരാണ് യുധിഷ്ഠിരനുമായിട്ട് ഏറ്റുമുട്ടി. ആദ്യം യുധിഷ്ഠിരന്റെ വില്ല് മുറിച്ചു. അദ്ദേഹം പുതിയൊരു വില്ലെടുത്തു. അതിലെ കൂർത്ത ശരങ്ങൾ കൊണ്ട് മദ്ര രാജാവിനെ മൂടുകയും ചെയ്തു. ഭീഷ്മർ എല്ലായിടത്തും ഓടി നടന്ന് പോരാടി. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ എയ്തു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അതായത് അദ്ദേഹം കൗരവരുടെ സർവ്വസൈന്യാധിപനാണ്. അപ്പൊ അദ്ദേഹം എല്ലായിടത്തും ഓടി നടന്ന് യുദ്ധം ചെയ്യേണ്ട ആളാണ്. അങ്ങനെ അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ എല്ലാം എയ്തു വീഴ്ത്തി തുടങ്ങി. ഇത് കണ്ട് അർജുനൻ പുത്രനായ അഭിമന്യു ഭീഷ്മരോട് ഏറ്റുമുട്ടി. ഏറ്റവും പ്രായം കൂടിയ ഭീഷ്മരും ഏറ്റവും പ്രായം കുറഞ്ഞ അഭിമന്യുവും തമ്മിലുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു. ഭീഷ്മരോടൊപ്പം അഭിമന്യുവിനെ ആക്രമിച്ച കൃതവർമാവിന്റെയും ശല്യരുടെ നേർക്ക് നിരവധി അസ്ത്രങ്ങൾ അയച്ച് അവരെ അസ്തവീര്യന്മാരാക്കി. ഭീഷ്മരുടെ ശരീരത്തിൽ 9 അമ്പുകൾ എയ്തു. ദുര്യോധന സഹോദരനായ ദുർമുഖന്റെ തേരാളിയെ കൊന്നു. കൃപരുടെ വില്ല് അഭിമന്യു മുറിച്ചു. കണ്ടു നിന്നവരെ എല്ലാം അഭിമന്യുവിന്റെ യുദ്ധപാടവം കണ്ട് അവനെ പുകഴ്ത്തി. കാരണം കുട്ടിയാണ്, ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും മിടുക്കനായ ഭീഷ്മരോടാണ് ആദ്യം അവൻ യുദ്ധം ചെയ്തത്. ആ ഭീഷ്മരുടെ ശരീരത്തിൽ 9 മുറിവുകൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ഉടനെ കൃപരുടെ വില്ല് മുറിച്ചു. ദുർമുഖനെത്തി അവരെ എല്ലാരെയും അമ്പെയ്ത് തോൽപ്പിക്കാനുള്ള പാടവം അഭിമന്യു കാണിച്ചു. അത് കണ്ടപ്പോ മറ്റുള്ളവരെല്ലാം അവനെ പുകഴ്ത്തി. അർജുനന്റെ മഹത്വത്തിന് യോജിച്ച പുത്രൻ തന്നെയാണ് അഭിമന്യു എന്ന് ഭീഷ്മർ അഭിമന്യുവിന്റെ കഴിവിനെ പ്രശംസിച്ചു. കൗരവ നേതാക്കൾ ഒരുമിച്ച് അഭിമന്യുവിനെ എതിർത്തു. എന്നാൽ അഭിമന്യു അവന്റെ അസ്ത്രങ്ങൾ കൊണ്ട് ഭീഷ്മരുടെ കൊടിമരം മുറിച്ചു. ഇതേ സമയം വിരാടപുത്രൻ ഉത്തരൻ ശല്യരോട് ഏറ്റുമുട്ടി. ഉത്തരനെ അറിയാം നിങ്ങൾക്ക്. വിരാടന്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ സൈരന്ധ്രിയായിട്ടുള്ള അർജുനൻ ഉത്തരനോടൊപ്പം കൗരവരെ ഓടിക്കാനായിട്ട് യുദ്ധത്തിന് ചെന്നു. അവിടെ വെച്ച് അദ്ദേഹം താൻ അർജുനനാണെന്ന് ഉത്തരനോട് വെളിപ്പെടുത്തുകയും യുദ്ധം ചെയ്ത് കൗരവരെ തോൽപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ വിരാടന്റെ ഗോക്കളെ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഉത്തരൻ ശല്യരോട് ഏറ്റുമുട്ടി. ഉത്തരൻ ആനപ്പുറത്തായിരുന്നു. ഗജവീരൻ ശല്യരുടെ കുതിരകളെ ചവിട്ടി മെതിച്ചു. ശല്യർ ഉടൻ തന്നെ ഒരു വേലെടുത്ത് ഉത്തരന്റെ നേർക്കെറിഞ്ഞു. ഉത്തരന്റെ പടച്ചട്ടയെ ഭേദിച്ച് അത് നെഞ്ചിൽ തന്നെ തറച്ചു കയറി. ഉത്തരൻ ആനപ്പുറത്ത് നിന്ന് വീണ് പരലോകം പോയി. അപ്പൊ ഉത്തരൻ മരിച്ചു. ഉത്തരന്റെ ആന ശല്യരുടെ രഥം തകർത്തുകൊണ്ട് മുന്നേറിയെങ്കിലും ശക്തനായ ശല്യർ ആനയുടെ തുമ്പിക്കരം മുറിച്ച് അതിനെ തറയിൽ വീഴ്ത്തി. രഥം നഷ്ടപ്പെട്ട ശല്യർ കൃതവർമാവിന്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഉത്തരൻ ആനപ്പുറത്ത് നിന്ന് വീണു. ഉത്തരൻ മരിച്ചു. എങ്കിലും ആന ചാടി മുന്നോട്ട് തന്നെ ചെന്ന് ശല്യരുടെ രഥം ചവിട്ടി നശിപ്പിച്ചു. കുറെ ആൾക്കാരെയൊക്കെ ചവിട്ടി മെതിച്ചു കൊന്നു. അത് കഴിഞ്ഞപ്പോ ശല്യർ ആനയുടെ തുമ്പിക്കര അറുത്തു. അപ്പൊ അത് തറയിൽ വീണു. തുമ്പിക്കര നഷ്ടപ്പെട്ടപ്പോ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ശല്യർ രഥം നഷ്ടപ്പെട്ടെങ്കിലും കൃതവർമാവിന്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തന്റെ അനുജൻ ഉത്തരൻ മരിച്ചത് കണ്ടപ്പോൾ വർദ്ധിച്ച രോഷത്തോടുകൂടി ശ്വേതൻ ശല്യരുടെ നേരെ പാഞ്ഞു. ഉത്തരന്റെ ജ്യേഷ്ഠനാണ് ശ്വേതൻ ഉടൻ തന്നെ ശല്യരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. തന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോ അനേകം യോദ്ധാക്കൾ ശല്യരുടെ സഹായത്തിന് എത്തിയിരുന്നു. എന്നാൽ ശ്വേതൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവന്റെ കോപാഗ്നി ഉജ്ജ്വലമായി ആളിക്കത്തി. ശല്യനും അദ്ദേഹത്തിന്റെ അനുയായികളും ശ്വേതന്റെ മേൽ മേഘത്തിൽ നിന്ന് കൊള്ളിമീൻ കണക്കെ അസ്ത്രങ്ങളിൽ വർഷിച്ചു. ശ്വേതൻ അതെല്ലാം വിദഗ്ധമായി തടുത്തു. ശല്യരുടെയും കൂട്ടരുടെയും മേൽ അത്ഭുതകരമായ വിധത്തിൽ അസ്ത്രങ്ങൾ വർഷിച്ചു. ഈ അവസരത്തിൽ പടക്കളത്തിൽ മറ്റൊരു ഭാഗത്ത് പാണ്ഡവ സൈന്യവുമായി യുദ്ധം ചെയ്തിരുന്ന ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ കൊന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നു.
ഭീമൻ, അർജുനൻ, ദ്രുപദൻ എന്നിവരൊക്കെ അദ്ദേഹത്തെ എതിർത്തു എങ്കിലും അതെല്ലാം നിഷ്പ്രയാസം അദ്ദേഹം നിഷ്പ്രഭമായി അതൊക്കെ തടുത്തിട്ട് അദ്ദേഹം ശക്തിയായി പൊരുതി നിന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ അധിക നേരം എതിർത്തു നിൽക്കാനാവാതെ അവർ പിന്മാറി. അപ്പോഴും ശ്വേതൻ നിർബാധം കൗരവ സൈന്യ പ്രമാണികളെയും പടയെയും കൊന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നു. കൗരവ സൈന്യം വല്ലാതെ വിഷമിച്ചു. പാണ്ഡവപക്ഷത്തുള്ള ചില പ്രമാണികൾ ശ്വേതന്റെ സഹായത്തിന് എത്തിയതോടെ ശ്വേതൻ അജയ്യനായി. ശ്വേതന്റെ ഉഗ്രമായ ആക്രമണത്തെ തടയാതിരുന്നാൽ കൗരവ സൈന്യം ഛിന്ന ഭിന്നമായി പോകുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ ശ്വേതനോട് ഏറ്റുമുട്ടാനെത്തി. ഭീഷ്മരും ശ്വേതനും കൂടി നടത്തിയ യുദ്ധം വർണ്ണനാതീതമായിരുന്നു. അതിഭയങ്കരമായ ദിവ്യായുധങ്ങൾ അവർ പരസ്പരം പ്രയോഗിച്ചു. ഒന്നിലധികം പ്രാവശ്യം ശ്വേതൻ ഭീഷ്മരുടെ വില്ല് മുറിച്ചു, കൊടിമരം മുറിച്ചിട്ടു. അവസാനമായി ഭീഷ്മരുടെ സൂതനെയും കുതിരയെയും ശ്വേതൻ കൊന്നു. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. ശ്വേതൻ വില്ല് താഴെ വെച്ചിട്ട് പൊന്മയമായ വേൽ കയ്യിലെടുത്തു. കാലദണ്ഡം പോലെ ക്രൂരവും ഭയാനകവുമായ ശക്തി എന്ന വേൽ ഭീഷ്മന്റെ നേർക്കെറിഞ്ഞു. ഈ വേലിനെ ഭീഷ്മർ 8 ശരങ്ങൾ അയച്ച് 9 മുറിച്ചു. ഈ മഹാ അത്ഭുതം കണ്ട് എല്ലാവരും അങ്ങ് തരിച്ചു നിന്നുപോയി. വേൽ മുറിഞ്ഞത് കണ്ട കോപാക്രാന്തനായ ശ്വേതൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. അതിനുശേഷം അവൻ ഗദയും എടുത്ത് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഭീഷ്മന്റെ നേർക്ക് പാഞ്ഞു. തേരിനെ ലാക്കാക്കി ഗദ കൊണ്ട് പ്രഹരിച്ചു. ഇത് പ്രതീക്ഷിച്ചു നിന്ന ഭീഷ്മർ അടിയേൽക്കുന്നതിന് മുമ്പായി തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഗദാപ്രകാരം ഏറ്റ തേരും കുതിരകളും സൂതനുമൊക്കെ തകർന്നു പോയി. ഭീഷ്മർ മറ്റൊരു രഥത്തിൽ കയറി ശ്വേതനോട് ഏറ്റുമുട്ടി. ശ്വേതന്റെ ശരം കൊണ്ട് ഭീഷ്മരുടെ ശരീരം മുറിയുകയും രക്തമൊലിക്കുകയും ചെയ്തെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഭീഷ്മർ അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് ധാര മുറിയാതെ ശരങ്ങൾ എയ്തു. അധികം താമസിക്കാതെ ഭീഷ്മരുടെ തീക്ഷ്ണമായ ശരമേറ്റ് മാറു പിളർന്ന് ശ്വേതൻ മരിച്ചു വീണു. ഇത് കണ്ട് കൗരവർ ഹർഷാരവം മുഴക്കി. ദുശാസനൻ സന്തോഷം അടക്കാൻ കഴിയാതെ നൃത്തം ചെയ്തു. പാണ്ഡവരുടെ മുഖം മ്ലാനമായി എങ്കിലും അവർ നിരാശരായില്ല. ഭീഷ്മന്റെ തുണയ്ക്ക് ശല്യനും ഉണ്ടായിരുന്നു. ശംഖൻ ഒറ്റയ്ക്ക് ഭീഷ്മരെയും ശല്യരെയും നേരിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശല്യർ തേരിൽ നിന്ന് ചാടി ഇറങ്ങി ശംഖന്റെ ഗദ കൊണ്ട് അടിച്ചു തകർത്തു. ശംഖൻ അർജുനന്റെ രഥത്തിൽ കയറി രക്ഷപ്പെട്ടു. ഭീഷ്മരും ശല്യരും പാണ്ഡവപക്ഷത്തെ ധാരാളം സൈന്യങ്ങളെ കൊന്നൊടുക്കി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ഇങ്ങനെ 1-ാം ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇരു സൈന്യങ്ങളും അവരവരുടെ പാളയത്തിലേക്ക് മടങ്ങി. ആദ്യത്തെ ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവർക്ക് കുറച്ചു പരാജയമായി പോയി. ഉത്തരനും ശ്വേതനും മരിച്ചു. അവരുടെ ചതുരംഗപ്പടയിൽ ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തന്നെ ഭീഷ്മരും ദ്രോണരും ചേർന്ന് പാണ്ഡവ പടയെ നാമാവശേഷമാക്കുമെന്ന് ചിന്തിച്ച് യുധിഷ്ഠിരൻ അസ്വസ്ഥനായി. ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ചെന്ന് ആവലാതി പറഞ്ഞു. ഭീഷ്മരോട് എതിരിടാൻ കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിലില്ല. നാം പരാജയപ്പെടുകയുള്ളൂ. പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്ത് നമ്മൾ ആളുകളെ കൊല്ലിക്കുന്നത്? യുദ്ധം നിവർത്തി നമുക്ക് വീണ്ടും കാട്ടിലേക്ക് പോകാം. ഇത് കേട്ട് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി. വീരശൂരന്മാരായ പാണ്ഡവ സഹോദരന്മാരും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും ദ്രുപദനും വിരാടനും ഒക്കെ ധീരതയോടെ പോരാടുമെന്നും പാണ്ഡവർ യുദ്ധത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ് യുധിഷ്ഠിരനെ സമാധാനപ്പെടുത്തി. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് സമാധാനം വീണ്ടെടുത്ത് യുധിഷ്ഠിരൻ 2-ാം ദിവസത്തെ യുദ്ധം നടത്തേണ്ട രീതിയെക്കുറിച്ച് എല്ലാവരുമായി ചർച്ച നടത്തി. ആദ്യ പരാജയം കാര്യമാക്കാതെ 2-ാം ദിവസം ശക്തമായി പോരാടാം എന്ന് തീരുമാനിച്ച് എല്ലാവരും വിശ്രമിച്ചു. ഇനി 2-ാം ദിവസത്തെ അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.